നമസ്കാരം, ഫിറോസാണ്. കാസ്കർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ ഹോണ്ട സിറ്റിയുടെ 2020 ഫിഫ്ത്ത് ജനറേഷൻ ലോഞ്ച് ചെയ്ത് അതിനുശേഷം 2026 മെയ് വരെ നമുക്ക് വേറെ അപ്ഡേഷൻസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മെയ് 2026 നമുക്ക് ഹോണ്ട സിറ്റിയുടെ ഒരു ഫേസ് ലിഫ്റ്റ് മോഡൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ ഒരു ഫേസ് ലിഫ്റ്റ് മോഡൽ നമുക്ക് 4 വേരിയൻസ് ആണ് അവൈലബിൾ ആവുന്നത്. SV എന്ന് പറഞ്ഞ ബേസ് മോഡൽ വരുന്നുണ്ട്, അതിന് മുകളിലായിട്ട് V എന്നൊരു മിഡ് വേരിയൻറ്റ് വരുന്നുണ്ട്, പിന്നെ ZX, അതിന് മുകളിൽ ZX പ്ലസ് എന്നൊരു വേരിയൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഹോണ്ട സിറ്റിയുടെ തന്നെ ZX എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. അതായത് ഫുൾ ഓപ്ഷനായ ZX പ്ലസിൻ്റെ താഴെ വരുന്ന ഒരു വേരിയൻ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും കവർ ചെയ്യുന്ന ഒരു വേരിയൻ്റ് ആണ് ZX എന്ന് പറയുന്നത്. അതിന് മുകളിലായിട്ട് വിരൽ എണ്ണാവുന്ന കുറച്ച് ഫീച്ചേഴ്സ് മാത്രമാണ് ZX പ്ലസിലേക്ക് വരുന്നത്. ഇനി അതല്ല, നിങ്ങൾ ഹൈബ്രിഡ് നോക്കുന്ന ആ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ZX പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻറ്റ് മാത്രമേ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ഓപ്ഷൻ ഉള്ളൂ. കാരണം ആ ഒരു വേരിയൻറ്റിൽ മാത്രമേ ഹൈബ്രിഡ് വരുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ZXും ZX പ്ലസും തമ്മിൽ വിരലെണ്ണാവുന്ന കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. അതായത് എക്സ്റ്റീരിയറിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ അലോയിൽ ഡിസൈൻ കാര്യമെല്ലാം സെയിം ആണ്, കളറിലുള്ള ചേഞ്ചസ് മാത്രം. അതായത് ZXൽ വരുമ്പോൾ ഗ്രേ ആണെന്നുണ്ടെങ്കിൽ ZX പ്ലസിലേക്ക് വരുമ്പോൾ ബ്ലാക്ക് ആയിരിക്കും ഫിനിഷ് വരുന്നത്. അതുപോലെ തന്നെ 360 ക്യാമറ ZX പ്ലസിൽ വരുന്നുണ്ട്. അതിൻ്റെ അതുപോലെ തന്നെ ബൂട്ട് ലിഡിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലിപ്പ് സ്പോയിലർ വരുന്നുണ്ട്. ഇനി ഇന്റീരിയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7 ഇഞ്ചിൻ്റെ ഒരു ഡിജിറ്റൽ ഡാഷ് ക്ലസ്റ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ സീറ്റ്സ് ആണെങ്കിൽ വെന്റിലേറ്റഡ് സീറ്റ്സ് വരുന്ന ഒരു സ്പോർട്ടി ഡിസൈനിലുള്ള സീറ്റ്സ് ആണ് കൊടുക്കുന്നത്. അതുപോലെ നമുക്ക് ORVM ആണെങ്കിൽ നമുക്ക് കീസിംഗ് ആയിട്ടുള്ള ORVM ആണ് അതിൽ വരുന്നത്. അതുപോലെ സൺറൂഫ് ആണെന്നുണ്ടെങ്കിലും പവർ വിൻഡോസ് എല്ലാം 4 പവർ വിൻഡോസ് എല്ലാം നമുക്ക് അതുപോലെ തന്നെ കീ തന്നെ ആക്സസ് ചെയ്യാൻ ഓപ്ഷൻ, അതായത് ഓപ്പൺ ചെയ്യാൻ ക്ലോസ് ചെയ്യാൻ ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ഓൾ പവർ വിൻഡോസും നമുക്ക് ആൻറ്റി പിഞ്ചോട് കൂടിയുള്ള ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻസും വരുന്നുണ്ട്. ഇത്രയുമാണ് ഈ പറഞ്ഞ ഒരു ZXും ZX പ്ലസും നമ്മൾ വ്യത്യാസം വരുന്നത്. അതിൻ്റെ പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹോണ്ട സിറ്റി ZXിൻ്റെ മാനുവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ഷോറൂം വരുമ്പോൾ 15-25, CVT ആണെങ്കിൽ 16-25 വരുന്നത്. 1 ലക്ഷം രൂപയാണ് കൂടുതലാണ് CVTക്ക് വരുന്നത്. ഇനി ZX പ്ലസ് ആണ് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രൈസിനേക്കാളും 1 ലക്ഷത്തിനും കൂടുതലായിരിക്കും വരുന്നത്. അപ്പോൾ അത്രയും രൂപ കൊടുത്ത് നിങ്ങൾക്ക് ZX പ്ലസ് എടുക്കണോ വേണ്ടോ എന്നെല്ലാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഈ കാണുന്നതാണ് 5th ജനറേഷൻ ഹോണ്ട സിറ്റിയുടെ ഫേസ് ലിഫ്റ്റ് മോഡൽ വരുന്നത്. ഇതിൽ നമുക്ക് 6 കളേഴ്സാണ് അവൈലബിൾ ആവുന്നത്. ഈ കാണുന്ന വൈറ്റ് വരുന്നുണ്ട്, പിന്നെ സിൽവർ, ഗ്രേ, ബ്ലൂ, റെഡ്, ബ്ലാക്ക്. അതിൻ്റെ ഫ്രണ്ടിലും അതുപോലെ തന്നെ ബാക്കിലാണ് നമുക്ക് പുതിയ ഈ 5th ജനറേഷൻ ഫേസ് ലിഫ്റ്റിൽ കൂടുതൽ മാറ്റം പ്രകടമാകുന്നത്. അതുപോലെ അലോയിഡ് ഡിസൈനിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ബമ്പർ എല്ലാം റീഡിസൈൻഡ് ആണ്. അതിൽ തന്നെ വലിയൊരു ഹണിക്കൊമ്പ് മെഷ് ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അതിനൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. മുകളിലായിട്ട് നമുക്ക് ഹോണ്ടയുടെ പുതിയ ലോഗോ കാണാം. അത് മാറ്റ് അലുമിനിയം ഫിനിഷിൽ വരുന്ന ലോഗോയും അതിൽ തന്നെ പിയാനോ ബ്ലാക്ക് ഫിനിഷ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഈ കാണുന്ന ഗ്രില്ലിൻ്റെ ഡിസൈൻ ആണെങ്കിലും ശരിക്കും ഹെഡ്ലൈറ്റിൽ കയറി നിൽക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് വരുമ്പോൾ ബൈ ഫംഗ്ഷണൽ ആയിട്ടുള്ള LED പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ് കൊടുത്തത്. അതിന് മുകളിലായിട്ട് കണക്റ്റഡ് LED DRLs വരുന്നുണ്ട്. ഈ ഒരു ഭാഗമാണ് നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ താഴത്തേക്ക് നോക്കുന്നുണ്ടെങ്കിലും നമുക്ക് ബമ്പറിലായിട്ട് ആ ഒരു ഹണിക്കോം ഗ്രില്ല് നമുക്ക് കാണാൻ സാധിക്കും. അതിനും പിയാനോ ബ്ലാക്ക് ഫിനിഷ് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഡീപ്പായിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു പോക്കറ്റ് നൽകിയിരിക്കുന്നത്. അതായത് കുറച്ച് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ബമ്പർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇവിടെ ഭാഗത്തായിട്ട് നമുക്കൊരു ഫംഗ്ഷണൽ ആയിട്ടുള്ള എയർ സ്കൂപ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഇതിന് ഒരു ഫോഗ് ലാമ്പ് സെറ്റപ്പ് നമുക്ക് ഈ വാഹനത്തിൽ ലഭ്യമല്ല. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് നൽകുന്ന ഒരു ഡിസൈനാണ് ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഹുഡിലേക്ക് നോക്കുന്നെങ്കിൽ ആ പവർ ബൾജ് അതുപോലെ തന്നെ ബോഡി ലൈൻസും അതെല്ലാം നല്ല രീതിയിൽ തന്നെ പ്രകടമാണ്, പ്രത്യേകിച്ച് ഈ ഒരു കളറിലേക്ക് വരുമ്പോൾ. ഇനി അണ്ടർ ദ ഹുഡ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എഞ്ചിൻ സ്പെക്ക് നോക്കുമ്പോൾ 1500 cc ഇൻലൈൻ 4 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് നൽകിയിരിക്കുന്നത്. ഹൈബ്രിഡ് വരുന്നുണ്ട്, അത് നമുക്ക് ഇതിന് മുകളിലത്തെ വേരിയൻറ്റിൽ മാത്രമേ വരുന്നുള്ളൂ. ആൻഡ് ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് നമുക്ക് E20 കോമ്പാറ്റബിൾ ആയിട്ടുള്ള എഞ്ചിനാണ് വരുന്നത്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് നോക്കണമെങ്കിൽ 123 PS 145 ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മൈലേജ് നോക്കണമെങ്കിൽ ഏകദേശം ഒരു 17 കിലോമീറ്ററാണ് മാനുവലാണെന്നുണ്ടെങ്കിലും CVTക്കാണ് കിട്ടുന്നത്. ആൻഡ് ഈ ഒരു എഞ്ചിൻ മെയിറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് CVTയിലും വരുന്നുണ്ട്, അതുപോലെ തന്നെ 6 സ്പീഡ് മാനുവലും വരുന്നുണ്ട്. CVTയിലാവുമ്പോൾ നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സും അവൈലബിൾ ആയിരിക്കും. അതായത് 7 സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പാഡൽ ഷിഫ്റ്റേഴ്സ് നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു ഫുഡ് തന്നെയാണ് ഇതിന് നൽകിയിരിക്കുന്നത്. അതിന് പാക്കിംഗ് ആണെങ്കിലും അത്യാവശ്യം നല്ല മികച്ച രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയേണ്ട ഹോണ്ടയാണ്, അപ്പോൾ അതിൻ്റെ രീതിയിൽ ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ടാവും. അതിൻ്റെ സൈഡിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വീൽസ് വരുമ്പോൾ 16 ഇഞ്ചിൻ്റെ അല്ലെ വീൽസാണ് കൊടുത്തിട്ടുണ്ട്. ഡയമണ്ട് കട്ടാണ് വരുന്നത്. അതിലൊരു ഗ്രേ ഫിനിഷ് നൽകിയിട്ടുണ്ട്. സൈസ് നോക്കിയാൽ 185, 16 നൽകിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ വിഡ്ത്ത് കുറച്ച് കുറഞ്ഞായിരിക്കും തോന്നി. കാരണം ഇതിലും താഴെയുള്ള ഹാച്ച് ബാക്ക് നോക്കുന്നുണ്ടെങ്കിൽ 195 അതിൻ്റെ വിഡ്ത്ത് വരുന്നത്. പക്ഷേ ഇത് 185 ആണ്. അതിൻ്റെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് വരുമ്പോൾ ഡിസ്കും ബാക്ക് വരുമ്പോൾ ഡ്രമ്മാണ് നൽകിയിരിക്കുന്നത്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് മക്ഫേഴ്സൺ സ്ട്രട്ട് വിത്ത് കോയിൽ സ്പ്രിങ്സും ബാക്കിൽ വരുമ്പോൾ ടോർഷൻ ബീം വിത്ത് കോയിൽ സ്പ്രിങ്സ് ആണ് ഇതിൻ്റെ സസ്പെൻഷൻ സെറ്റപ്പ് വരുന്നത്. ഇനി സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓറിയംസ് വരുമ്പോൾ നമുക്ക് ബോഡി കളേർഡ് ആയിട്ടുള്ള ഓറഞ്ചാണ് ഈ വാഹനത്തിൽ നൽകുന്നത്. അത് ഏത് കളർ എടുത്താലും ബോഡി കളേർഡ് ആയിരിക്കും വരുന്നത്. താഴത്തായിട്ട് മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് നൽകുന്നത്. ഇവിടെ ആയിട്ട് വളരെ സ്ലീക്ക് ആയിട്ടുള്ള ടേൺ ഇൻഡിക്കേറ്റേഴ്സ് നൽകിയിട്ടുണ്ട്. അതും LED ആണ് വരുന്നത്. ആൻഡ് ഹാൻഡിൽ ബാർസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡി കളേഴ്സാണ് കൊടുത്തത്. അതിൽ തന്നെ റിക്വസ്റ്റ് സെൻസർ നൽകിയിട്ടുണ്ട്. നമുക്ക് B പില്ലറിൻ്റെ ഭാഗത്തെല്ലാം ഒരു മാറ്റ് ബ്ലാക്ക് സ്റ്റിക്കേഴ്സാണ് നൽകിയിട്ടുള്ളത്. റൂഫിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിംഗിൾ പെയിൻ ആയിട്ടുള്ള സൺ റൂഫാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഷാർക്ക് ഫിൻ ആൻറ്റിയുടെയും ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമുക്ക് ഇതിൻ്റെ ടാങ്കിൻ്റെ വരുന്നത്. അതിനെല്ലാം കവർ ചെയ്ത് പോകുന്ന ആ ഒരു ബോഡി ലൈൻ ശരിക്കും വളരെ അട്രാക്റ്റീവ് ആണ്. ശരിക്കും അതിൻ്റെ ഒരു ഫീൽ നമുക്ക് എടുത്ത് കാണുന്നുണ്ട്, പ്രത്യേകിച്ച് ലൈറ്റ് കളേഴ്സ് ആണെന്നും എടുക്കണമെന്നുണ്ടെങ്കിൽ.
ഈ ഒരു മോഡലിൻ്റെ ഡയമെൻഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 4594 mm ആണ് ഓവറോൾ ലെങ്ത് വരുന്നത്, 1748 mm ആണ് വിഡ്ത്ത് കൊടുത്തിരിക്കുന്നത്, അതുപോലെ 1489 ഹൈറ്റും വരുന്നുണ്ട്. ആൻഡ് 2600 mm ആണ് ഇതിൻ്റെ ഒരു വീൽ ബേസും വരുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്യാബിൻ സ്പേസ് ഈ വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മൾ വശങ്ങളുടെ കാഴ്ച വെച്ചപ്പോൾ ഞാൻ ഈ സൈഡിൽ ക്യാമറ കാണിക്കും വിട്ടുപോയി. ഈ സൈഡിലായിട്ട് ലെയിൻ വാച്ച് ക്യാമറ വരുന്നുണ്ട്. നമ്മൾ ലെഫ്റ്റിൽ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് തന്നെ നമുക്ക് കസ്റ്ററിൽ അല്ലെങ്കിൽ ഇൻഫോർട്ടൈൻ സിസ്റ്റത്തിൽ അത് കാണിക്കുന്നതായിരിക്കും. അത്യാവശ്യം നല്ല സേഫ്റ്റിയുടെ ഭാഗമായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഇനി ബാക്കിലെ പോർഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് ഡീഫോഗർ ലൈൻസ് വരുന്നുണ്ട്. അതിന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഷാർക്കിനായിട്ട് നൽകിയിട്ടുണ്ട്. അതിന് ബാക്കിലേക്ക് കാണുന്നുണ്ടെങ്കിലും ആ ഒരു മാറ്റം നമുക്ക് പ്രകടമാണ്. ഫേസ് ലിഫ്റ്റിൽ വന്നിരിക്കുന്ന ആ ഒരു ബ്ലാക്ക് ഫിനിഷ് നമുക്ക് എല്ലാത്തിലും കാണാം. പിയാനോ ബ്ലാക്ക് എലമെൻറ്റ്സ് എല്ലാം നമുക്ക് ബാക്കിലാണെങ്കിൽ റിഫ്ലക്ടറിന് കവർ ചെയ്തിട്ടും ആ ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഡിഫ്യൂസർ ടൈപ്പാണ് അതിന് ബാക്കിലെ ബമ്പർ നൽകിയിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ തന്നെ ഒരു ഹണിക്കോം ഡിസൈനിൽ തന്നെ ഒരു ഫേക്ക് ഗ്രില്ല് നൽകിയിട്ടുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസസ് നമുക്ക് കാണാം. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു കണക്റ്റഡ് ടൈപ്പ് എന്ന രീതിയിൽ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ബ്ലാക്ക് എലമെൻറ്റ്, പിയാനോ ബ്ലാക്ക് എലമെൻറ്റും ഈ ഒരു ടൈലാം കണക്ട് ചെയ്യുന്ന രീതിയിൽ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം അട്രാക്റ്റീവാണ് വൈറ്റ് കളറിലായതുകൊണ്ട് തന്നെ. ആൻഡ് LED അതുപോലെ തന്നെ ഹാലോജൻ കമ്പൈൻഡ് ആയിട്ടുള്ള ടൈലാം യൂണിറ്റാണ് നൽകിയിരിക്കുന്നത്. അതിനെല്ലാം ചുറ്റുമായിട്ടൊരു ബ്ലാക്ക് തീം നൽകിയിട്ടുണ്ട്. ആൻഡ് പുതിയ ഹോണ്ടോ ലോഗോയും നമുക്ക് കാണാം. ബൂട്ട് ഓപ്പൺ ചെയ്യേണ്ട ഈ ഒരു ഭാഗത്താണ്. ഇവിടെ ആയിട്ട് റിവേഴ്സ് ക്യാമറ നൽകിയിട്ടുണ്ട്. ബൂട്ട് നോക്കുകയാണെങ്കിൽ 506 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ താഴെയായിട്ട് തന്നെ സ്പെയർ വീലും നൽകിയിട്ടുണ്ട്. ജാക്ക് ലിവേഴ്സ് എല്ലാം റിഫ്ലക്റ്റേഴ്സ് എല്ലാം നൽകിയിട്ടുണ്ട്. അത്യാവശ്യം ഡീപ്പായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഏരിയ ഉള്ള ഒരു ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയറിലെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. ഡോർസിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഡോർ പാഡ്സിലെല്ലാം ഒരു ഡുവൽ ടോൺ തീമാണ് നൽകിയിരിക്കുന്നത്. ബ്ലാക്ക് വിത്ത് വൈറ്റ് ഫിനിഷ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തെല്ലാം ഒരു സോഫ്റ്റ് എലമെൻ്റ് ആയിട്ടുള്ള ലെതർ ഫിനിഷ് നൽകിയിട്ട് അതിന് നീറ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം മാറ്റ് ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ക്രോം ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. ഇൻഡിവിജ്വലി നമുക്ക് ലോക്ക് ആൻഡ് ലോക്ക് ചെയ്യാൻ പറ്റുന്ന സ്വിച്ചസ് കൊടുത്തിരിക്കുന്നു. ട്വീറ്റർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പീക്കേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ബോട്ടിൽ ഹോൾഡർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു പോക്കറ്റ് എന്ന് പറയാൻ പറ്റും. ഗ്രാബ് ഹാൻഡിൽ നൽകിയിരിക്കുന്നു. സീറ്റ്സ് നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വിശാലമായ സീറ്റ്സാണ് നൽകിയിരിക്കുന്നത്. ലെതറേറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. വെന്റിലേഷൻ ഫെസിലിറ്റി ഇല്ല, ജസ്റ്റ് ഡോട്ടർ പോലെ കൊടുത്തിരിക്കുന്നതാണ്. വെന്റിലേഷൻ എല്ലാം നമുക്ക് ഇസഡ് എക്സ്പ്രസ്സിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. 3 ഹെഡ് റെസ്റ്റും വരുന്നുണ്ട്. അതെല്ലാം ഫിക്സഡ് ടൈപ്പാണ്. അതൊരു പോരായ്മയായിട്ട് തോന്നി. ഇത്രയും വില കൊടുത്ത് വാങ്ങിക്കുന്ന വാഹനത്തിൽ ബാക്കിലെ സീറ്റിൻ്റെ അത് അഡ്ജസ്റ്റബിൾ ആക്കാമായിരുന്നു. ആൻഡ് ഇവിടെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആംബ്രസ്റ്റ് നൽകിയിട്ടുണ്ട്. അതിൽ 2 കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. ഒരു മൊബൈൽ കീപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കും. അതും നന്നായിരുന്നു. കാരണം ഈ ഒരു പോർഷനിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ സെൻട്രൽ കൺസോളിൻ്റെ ബാക്കിലാണെങ്കിലും മൊബൈൽ കീപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിട്ടില്ല. അതിൻ്റെ സീറ്റ് ബെൽറ്റ്സ് എല്ലാം നമുക്ക് 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ്സാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ISOFIX ആങ്കർ ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ആൻഡ് ഗ്രാബ് ഹാൻഡിലാണെങ്കിലും ആ ഒരു ഹുക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബാക്കിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബ്ലൈൻഡ്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നന്നായിട്ടുണ്ട്. അതിന് സെൻട്രൽ ടണലാണെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് ഹൈറ്റ് കൂടിയതല്ല, എന്നാൽ അത്ര അങ്ങോട്ട് ലോ ആയിട്ടുള്ള പൊസിഷനുള്ള ഒരു മീഡിയം രീതിയിലാണ്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല നല്ലൊരു ലെഗ് സ്പേസും വരുന്നുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് AC വെൻസ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ടൈപ്പ് C ചാർജിങ് പോർട്ടും വരുന്നുണ്ട്. അതും 2 എണ്ണം നൽകിയിരിക്കുന്നത്. ഇനി ഫ്രണ്ടിലെ സീറ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. ഫ്രണ്ടിലെ ഡോർസിനാണെന്നുണ്ടെങ്കിൽ ഡോർ പാഡ്സ് എല്ലാം സെയിം തന്നെ കളർ തീമാണ് നൽകിയിരിക്കുന്നത്. ഡുവൽ ടോൺ ഫിനിഷാണ് വരുന്നത്. ഇവിടെ ആയിട്ട് ലെതർ ഫിനിഷ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മാറ്റ് ഫിനിഷാണ് പവറിൻ്റെ സ്വിച്ചസ് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു പോക്കറ്റും അതേ ബാക്കിലേക്കാളും കുറച്ചുകൂടി വലിപ്പമുള്ള പോക്കറ്റാണ്. ചെറിയ ബോട്ടിൽ ഹോൾഡർ നൽകിയിട്ടുണ്ട്. ക്രോം ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നു. ട്വീറ്റർ പ്ലേസ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ സ്പീക്കേഴ്സും പ്ലേസ് ചെയ്തിരിക്കുന്നു. ഇനി ഫ്രണ്ടിലെ സീറ്റ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ബക്കറ്റ് ടൈപ്പ് ഡിസൈനിൽ വരുന്ന ഒരു സ്പോർട്ടി സീറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഹെഡ് റെസ്റ്റിൻ്റെയൊക്കെ നോക്കിയെങ്കിൽ അത്യാവശ്യം വീതിയുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സപ്പോർട്ട് കിട്ടുന്ന ഹെഡ് റെസ്റ്റ് നൽകിയിരിക്കുന്നത്. അതും അഡ്ജസ്റ്റബിൾ ടൈപ്പാണ് വരുന്നത്. ലെതർ സീറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് നല്ല വിസ്തരിച്ചിരിക്കാൻ പറ്റുന്ന അത്യാവശ്യം വീതിയുള്ള നല്ല ഹഗ് ചെയ്തിരിക്കുന്ന രീതിയിലുള്ള സീറ്റ്സാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റി ZX-ൻ്റെ ഡാഷ്ബോർഡ് ഡിസൈൻ നോക്കുന്നതിൽ അത്യാവശ്യം വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡാണ് നൽകിയിരിക്കുന്നത്. അതും ഡുവൽ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. താഴെ ഭാഗത്തായിട്ട് നമുക്ക് ഡോർ പാഡ്സിലെല്ലാം കണ്ട ആ ഒരു വൈറ്റ് ലെതറേറ്റ് കൊടുത്തതിനായി തന്നെ നല്ല നീറ്റായിട്ട് സ്റ്റിച്ചിങ് നൽകിയിട്ടുണ്ട്. അതിന് സെൻട്രലായിട്ട് നമുക്ക് ഗ്രാനൈറ്റ് ഗ്രേയിൽ ഒരു എലമെൻറ്റ് നൽകിയിട്ടുണ്ട്. ഇതിൽ ചെറിയൊരു ഹെക്സഗണൽ ആയിട്ടുള്ള ഡിസൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ സെൻട്രലായിട്ട് നമുക്കൊരു ആംബിയൻ ലൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ എല്ലാം ഒരു തരക്കേടില്ലാത്തൊരു പ്ലാസ്റ്റിക് ക്വാളിറ്റിയാണ് കീപ്പ് ചെയ്തത്. ബ്ലാക്ക് ഫിനിഷ് നൽകിയിരിക്കുന്നു. ഇനി ഈ ഗ്ലോ ബോക്സ് നോക്കുന്നുണ്ടെങ്കിൽ ഈ കാറിനനുസരിച്ചുള്ള അത്രയേക്കാൾ വലിയ സൈസുള്ള ഒരു ഗ്ലോ ബോക്സ് അല്ല. ഒരു ഹാച്ച് ബാക്കിലൊക്കെ കിട്ടുന്ന ഒരു ടൈപ്പേ ഉള്ളൂ. ഇനി AC വെൻസ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഡിസൈൻ ആ ഒരു ഷേപ്പ് എല്ലാം കൊള്ളാം. അത്യാവശ്യം നല്ല എയർ പാസിങ് കിട്ടുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ അത്യാവശ്യം ചൂടത്താണ് വണ്ടി കിടന്നത്. എന്നിട്ട് പോലും സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ വിത്തിൻ സെക്കൻഡ്സ് തന്നെ വണ്ടി കൂളായി കിട്ടിയെന്നാണ് വലിയൊരു കാര്യം. ആൻഡ് ഈ AC വെൻസ് ചുറ്റുമായിട്ടാണെങ്കിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ടിപ്പിലാണെങ്കിൽ ക്രോം എലമെൻറ്റ്സ് നൽകിയിട്ടുണ്ട്. ഇവിടെ എന്നുണ്ടെങ്കിലും ആ ഒരു പിയാനോ എലമെൻറ്റ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ ടിപ്പിലാണെന്നുണ്ടെങ്കിൽ ക്രോം എലമെൻറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇൻഫോടൈം സിസ്റ്റം നോക്കുന്നതിന് 10.1 ഇഞ്ചിൻ്റെ ഇൻഫോടൈം സിസ്റ്റം നൽകിയിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം വയർലെസ് കണക്ടിവിറ്റിയാണ് വരുന്നത്. റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. അതിൽ തന്നെ പല മോഡ്സ് ഉണ്ട്. ഞാൻ ഡ്രൈവർ സൈഡിൽ ഇരിക്കുമ്പോൾ കാണിച്ചു തരാം.
ആൻഡ് വയർലെസ്, ഞാൻ നേരത്തെ വയർലെസ് കണക്ടിവിറ്റി ഓപ്ഷൻസ് ഉണ്ട്. 4 സ്പീക്കേഴ്സും അതുപോലെ തന്നെ 4 ട്വീറ്റേഴ്സാണ് ഈ ഒരു വേരിയന്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. താഴെയായിട്ട് ഹസാർഡ് സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്, അതിനെല്ലാം ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് നൽകിയിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് AC കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്, അതെല്ലാം ഫിസിക്കൽ കൺട്രോൾസ് ആണ് വരുന്നത്, ടച്ച് ഇല്ല. താങ്ക് യു ഹോണ്ട. ആൻഡ് നമുക്ക് ഡിസ്പ്ലേ വരുന്നുണ്ട്, മാക്സ് കൂൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഓട്ടോ ക്ലൈമറ്റിനുള്ള AC ആണ് നൽകിയിരിക്കുന്നത്, അതിന് സ്വിച്ചസ് കാണാം. അതുപോലെ തന്നെ നമുക്ക് ഓൺ ഓഫിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കും, അതിന് മാറ്റ് ബ്ലാക്ക് ഫിനിഷ് ആണ് വരുന്നത്. അതിന് ചുറ്റുമായിട്ടൊരു നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനുകൾ നൽകിയിരിക്കുന്നത്. ഇവിടെ ആയിട്ട് 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് USB പോർട്ട്, ടൈപ്പ് C ചാർജിങ് പോർട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് ഫോണോ വയർലെസ് എല്ലാം കീപ്പ് ചെയ്യാനുള്ള ഒരു പോക്കറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് ചെറിയ കോയിൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇവിടെ കീപ്പ് ചെയ്യുന്നതാണ്. 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്നത് CVT വേരിയൻ്റ് ആണ്. അതിൻ്റെ ഒരു ഗിയർ ലിവറാണ് കാണുന്നത്. ഇവിടെ ഒരു അലുമിനിയം ഫിനിഷും അതുപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്വാളിറ്റി ഉള്ള ഒരു ഗ്രിപ്പാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇതിന് ചുറ്റുമായിട്ടാണെന്നുണ്ടെങ്കിൽ റാപ്പ് ചെയ്തിരിക്കുന്ന ലെതറിൻ്റെ ഒരു ഫിനിഷ് നിങ്ങൾ നോക്കണം, ക്വാളിറ്റി അത്യാവശ്യം നല്ല മികച്ച ക്വാളിറ്റിയുള്ള ഒരു ഗ്രേ ഫിനിഷ് സ്റ്റിച്ചിങ് ആണ് നൽകിയിരിക്കുന്നത്. അതിന് ചുറ്റുമായിട്ട് ഒരു അലുമിനിയം ഫിനിഷ് എലമെൻ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ചുറ്റുമായിട്ട് നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കാണാം. അതെല്ലാം വളരെ നീറ്റ് ഒരു പ്രീമിയം ടച്ചാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ ആയിട്ട് എക്കോ ബട്ടൺ നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ വാഹനത്തിന് എക്കോ മോഡ് ഉണ്ട്, ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസി കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയി കിട്ടുന്നതായിരിക്കും. സെൻട്രൽ കൺസോളിൻ്റെ മുകളിലായിട്ട് ഈ പറഞ്ഞ ഒരു സോഫ്റ്റ് ടച്ച് എലമെൻറ്റ്, അതായത് ലെതറിട്ട് കീപ്പ് ചെയ്തിട്ട് അതിലും സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. ഈ താഴത്തേക്കുള്ള വേരിയൻസിലെല്ലാം ഇതെല്ലാം ഫാബ്രിക് ആയിരിക്കും കേട്ടോ. ഡോർസിലാണെന്നുണ്ടെങ്കിലും ഈ ഭാഗത്താണെങ്കിലും എല്ലാം ഫാബ്രിക് ആയിരിക്കും. സീറ്റ്സിൻ്റെ ആണെങ്കിൽ പോലും അതെല്ലാം ഫാബ്രിക് ആയിരിക്കും വരുന്നത്. ആൻഡ് നമുക്ക് വരുമ്പോൾ ഫിസിക്കലായിട്ടുള്ള ഹാൻഡ് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ഫ്രണ്ടിലായിട്ട് ടിപ്പിലായിട്ട് ഒരു ക്രോം എലമെൻറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ചെറിയൊരു പോക്കറ്റ് നൽകിയിട്ടുണ്ട്. ആംറസ്റ്റ് നൽകിയിട്ടുണ്ട്, അത് ഫിക്സഡ് ടൈപ്പാണ്. അത്യാവശ്യം സർക്കിളില്ലാത്തൊരു പോക്കറ്റും ഉണ്ട്. ഇത് സ്ലൈഡിങ് ടൈപ്പ് അല്ല, ഫിക്സഡ് ടൈപ്പാണ് നൽകിയിരിക്കുന്നത്. സ്ലൈഡിങ് ആക്കി കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നെന്ന് തോന്നി, കാരണം നമ്മൾ ഇത്രയും കൈ വെക്കുമ്പോൾ സ്ലൈഡിങ് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. ആൻഡ് IRVയും വരുമ്പോൾ ഓട്ടോ ഡിമ്മിങ് ആണ് വരുന്നത്. ആൻഡ് ഇവിടെ ക്യാബ് ലാംപ്സിനാണെങ്കിലും ബാക്കിൽ കണ്ട പോലെ തന്നെ പിയാനോ ബ്ലാക്ക് ഫിനിഷ് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് LED ആണ് വരുന്നത്. ഡോർ ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സൺറൂഫിൻ്റെ സ്വിച്ചസ് കൊടുത്തിരിക്കുന്നു. സൺവൈസർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 സൺവൈസറിലും ഈ പറഞ്ഞ മിറേഴ്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. സൺറൂഫ് ഞാൻ നേരത്തെ കാണിച്ചപ്പോൾ സിംഗിൾ പെയിൻ സൺറൂഫാണ് നൽകിയിരിക്കുന്നത്. ആൻഡ് ഇനി ബാക്കി നമുക്ക് ഡ്രൈവർ സൈഡിലിരുന്ന് സംസാരിക്കാം. ഈ ഡ്രൈവർ സൈഡ് ഡോർ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പവർ വിൻഡോ സ്വിച്ചസ് വരുന്നുണ്ട്. ഡ്രൈവർ സൈഡ് നോക്കിയാൽ ആൻറ്റി പിഞ്ച് ഫംഗ്ഷൻ വരുന്ന ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ഫീച്ചർ വരുന്നുണ്ട്. അതുപോലെ തന്നെ പവർ വിൻഡോ സ്വിച്ച് ലോക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സെൻട്രൽ ലോക്ക് സ്വിച്ച് വരുന്നുണ്ട്. ഓറിയും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നത് തന്നെ ഫോൾഡിങ് നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മളപ്പുറത്ത് കണ്ട പോലെ തന്നെ ക്രോം വരുന്നുണ്ട്. അതുപോലെ തന്നെ ലെതർ ഫിനിഷ് വരുന്നു. ചെറിയ പോക്കറ്റും സ്പീക്കേഴ്സ് എല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഡ്രൈവർ സൈഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാനുവലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള 6 വേ അഡ്ജസ്റ്റബിൾ ടൈപ്പാണ് വരുന്നത്. ആൻഡ് ഇവിടെ താഴത്തായിട്ട് നമുക്ക് CVT ആയതുകൊണ്ട് തന്നെ ഡെഡ് പെഡൽ നൽകിയിട്ടുണ്ട്. ഫ്യൂവൽ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള റിവേഴ്സാണ്, ഓപ്പണറാണ് വരുന്നത്. അതുപോലെ തന്നെ ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ളതും. നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ചെയ്യുന്ന ഓപ്ഷൻസ് വരുന്നുണ്ട്, സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് സ്വിച്ചബിൾ ട്രാക്ഷൻ ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഹെഡ് ലാമ്പിൻ്റെ ലെവലിംഗ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈൻ വാച്ച് ക്യാമറയുടെ ഡെഡിക്കേറ്റഡ് സ്വിച്ചും ഇവിടെ തന്നെ ഈ ഒരു ലിവറിലാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കീ നൽകുന്നത്. അത്യാവശ്യം കോമ്പാക്റ്റ് ആയിട്ടുള്ള സ്ലിം ആയിട്ടുള്ള ഒരു കീ ഫോബാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെ നമുക്ക് ലോക്ക് ആൻഡ് ലോക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബൂട്ട് സെപ്പറേറ്റ് ഓപ്പൺ ചെയ്യുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. ഇതൊരു CVT ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്ഷനും ഇതിൽ തന്നെ നൽകിയിട്ടുണ്ട്. അത് CVTക്ക് മാത്രമേ ഉള്ളൂ, മാനുവൽ ഉണ്ടാവുകയില്ല. അപ്പോൾ നമുക്ക് ഡ്രൈവർ സൈഡിൽ ഇരുന്ന ഡീറ്റെയിൽസ് നോക്കിയിട്ടുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് വരുമ്പോൾ ഫുള്ളി റൗണ്ട് ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് ആണ് വരുന്നത്. അടിയെ ഫ്ലാറ്റ് ബോട്ടം ഒന്നല്ല കൊടുത്തിരിക്കുന്നത്. 3 സ്പോക്കാണ് വരുന്ന. അതിനുള്ളിലായിട്ട് നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് നൽകിയിട്ടുണ്ട്. പുതിയ ഹോണ്ടയുടെ ലോഗോ കാണാം. ആൻഡ് സ്വിച്ചസിന് എല്ലാം മാറ്റ് ബ്ലാക്ക് ഫിനിഷ് നൽകിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഇൻഫോടൈമിൻ്റെ കൺട്രോൾസ് വരുന്നുണ്ട്. അവർ റൈറ്റ് സൈഡിലാണെങ്കിൽ ക്രൂസ് കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു. അഡാസിൻ്റെ നമുക്ക് സ്വിച്ചസ് നൽകിയിട്ടുണ്ട്. ഞാൻ പറയാൻ വിട്ടുപോയി, ഈ വാഹനത്തിൽ നമുക്ക് അഡാസ് വരുന്നുണ്ട്. V വേരിയൻ്റ്, അതായത് ഇതിന് താഴെ V വേരിയൻ്റ് തൊട്ട് നമുക്ക് അഡാസ് ഫെസിലിറ്റി വരുന്നുണ്ട്. അഡാസ് നമുക്ക് റഡാർ യൂസ് ചെയ്തിട്ടല്ല, പകരം ഇവിടെ ഒരു ക്യാമറ വരുന്നുണ്ട്. ആ ക്യാമറ യൂസ് ചെയ്തിട്ടാണ് അഡാസിൻ്റെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ അഡാസിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊളീഷൻ മിറ്റിഗേഷൻ ബ്രേക്ക് സിസ്റ്റം, അതായത് ഓട്ടോ ബ്രേക്ക് സിസ്റ്റം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. ഓട്ടോ ഹൈ ബീം വരുന്നുണ്ട്. ലെയിൻ കീപ്പ് അസിസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ റോഡ് ഡിപ്പാർച്ചർ മിറ്റിഗേഷൻ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. ആൻഡ് അതുകൂടാതെ നമുക്ക് അത്യാവശ്യം സ്പോർട്ടി ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷൻ കൂടിയാണ്. അത് എർഗോണമിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പേഴ്സണലി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു പൊസിഷൻ കാര്യങ്ങളെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതുകൂടാതെ ഈ സ്റ്റിയറിംഗിൻ്റെ നമ്മൾ നോക്കുന്നത് ടിൽറ്റബിൾ ആൻഡ് ടെലസ്കോപ്പിക് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ടിൽറ്റബിൾ എന്നാണ്, ടെലസ്കോപ്പിംഗ് വരുന്നുണ്ട്. ആൻഡ് പാഡ് ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. CVT ആയതുകൊണ്ട് 7 സ്റ്റെപ്പ് ആയിട്ടുള്ള നമുക്ക് ഷിഫ്റ്റിംഗ് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ആൻഡ് ഓട്ടോ ഹെഡ് ലാമ്പ് ഫീച്ചർ നമുക്ക് നൽകിയ തന്നെ ഓട്ടോ വൈപ്പർ നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ കാണുന്ന ക്ലസ്റ്ററിൻ്റെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ വരുന്നത്. ക്ലസ്റ്റർ വരുമ്പോൾ അനലോഗ് ടൈപ്പാണ് വരുന്നത്. സെൻട്രലായിട്ട് ചെറിയൊരു MID കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. നെക്സ്റ്റ് വേരിയന്റിലേക്ക് പോകുമ്പോഴാണ് ഈ ഒരു സൈഡിൽ നമുക്ക് ടാക്കോമീറ്റർ മാറി അവിടെ ഫുള്ളി ഡിജിറ്റലായിട്ട് ക്ലസ്റ്റർ ആയിരിക്കും നൽകുന്നത്. ഇൻഫോടൈമിക് സിസ്റ്റം നമ്മൾ നോക്കുകയാണെങ്കിൽ 10.1 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർലെസ് കണക്ടിവിറ്റിയോടുള്ള ഒരു സിസ്റ്റം നൽകിയിരിക്കുന്നത്. ഇവിടെ ഏറ്റവും ചെറിയൊരു ലൈറ്റിംഗ് നമുക്ക് കാണാൻ സാധിക്കും. വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ടച്ച്
ടച്ച് സിസ്റ്റം നൽകിയിരിക്കുന്നത്. നമുക്ക് 4 സ്പീക്കേഴ്സ് പോലെ തന്നെ 4 ട്വീറ്ററിൻ്റെ ഔട്ട്പുട്ടും കൊടുത്തിട്ടുണ്ട്. നമുക്ക് വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാവുന്ന വെബ് ലിങ്കിൻ്റെ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഇതിൻ്റെ ഒരു റിവേഴ്സ് ക്യാമറ ഫീച്ചർ ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് 3 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇത് നോർമൽ ആയിട്ടുള്ള റിവേഴ്സ് ക്യാമറ കാണിക്കുന്നത്, അതുപോലെ തന്നെ 180 ഡിഗ്രി വരുന്നുണ്ട്. അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ക്യാമറ കൊടുത്തിരിക്കുന്നത്, അതുപോലെ തന്നെ അടിഭാഗം കാണിക്കുന്ന രീതിയിലും ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. നമുക്ക് 360 ക്യാമറ നെക്സ്റ്റ് വേരിയന്റിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇനി ഒരു വാഹനത്തിന്റെ വാറന്റി നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ 3 വർഷം അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്റർ ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട് വാഹനത്തിന് ഹോണ്ട നൽകുന്നത്. നിങ്ങൾക്ക് 7 ഇയേഴ്സിലെ അപ്ഗ്രേഡ് ചെയ്യുന്ന ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇനി അതോ അല്ലെങ്കിൽ 10 ഇയറിന്റെ ഒരു എനി ടൈം വാറന്റി ഓപ്ഷൻസും നമുക്ക് ഹോണ്ട നൽകുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം സേഫ്റ്റി ഫീച്ചേഴ്സോട് കൂടി വരുന്ന ഒരു നല്ലൊരു ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു മോഡലാണ്. അതായത് അഡാസ് വരുന്നുണ്ട് നമുക്ക് ഈ ഒരു വേരിയന്റിൽ. ഇതിന്റെ താഴത്തെ വേരിയന്റിൽ അഡാസ് ഫെസിലിറ്റി വരുന്നുണ്ട്. ആൻഡ് നമുക്ക് 6 എയർ ബാഗ്സ് ആണ് കൊടുക്കുന്നത്, 3 പോയിന്റ് സീറ്റ് ബെൽറ്റ്സ് വരുന്നുണ്ട്, ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് വരുന്നുണ്ട്, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ. ഒരുവിധം നമുക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫീച്ചേഴ്സ്, സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു പ്രൈസ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ ഹോണ്ടയുടെ ഏത് കാസിനും നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനോ ബുക്കിംഗ് ചെയ്യാനോ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ ഈ ഒരു വാഹന റിവ്യൂവിന്റെ ഒരു ഫീഡ്ബാക്ക് എന്താണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. ഒപ്പം തന്നെ മറ്റൊരു വാഹനത്തിന്റെ റിവ്യൂമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.